ഇന്ന് വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയാണ്. ഗുരുവായൂരിലെ ആണ്ടുവിശേഷങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ഗുരുവായൂർ ഏകാദശി. വിപുലമായ ആഘോഷമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഗുരുവായൂരിലേക്ക് നമ്മളൊന്ന് പോകുന്നു. സൂരജ് സജി ഗുരുവായൂരിലുണ്ട്. സൂരജ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് സൂരജ് സജി. ഏകാദശി ആണ്, എനിക്കറിയാം. ഇന്ന് ഭക്തജന തിരക്കാണ് അവിടെ. ആൾക്കൂട്ടത്തിൽ ഇവിടെ എൻ്റെ ഭാര്യയുണ്ട് കേട്ടോ. എന്തായാലും ഈ വലിയ തിരക്കാണ്, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. പക്ഷെ ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ തന്നെ നമുക്കറിയാം എത്രമാത്രം തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന്. ഇന്ന് സംസ്ഥാനത്തിന് പുറത്തു നിന്നടക്കം, സംസ്ഥാനത്തിനകത്ത് നിന്ന് മാത്രമല്ല പുറത്തു നിന്നടക്കം നിരവധി പേരാണ് ഈ ഏകാദശി ദിനത്തിൽ ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. പുലർച്ചെ മുതൽ തന്നെ ക്യൂ നിൽക്കുന്ന ആളുകളുണ്ട്. പുലർച്ചെ 1 മണിക്കൊക്കെ ക്യൂ നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഇപ്പോഴും ദർശനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗുരുവായൂരിനെ സംബന്ധിച്ച് ഗുരുവായൂരിൻ്റെ പ്രതിഷ്ഠാ ദിനവും അതുപോലെ തന്നെ ഗീതാ ദിനവും എല്ലാമായാണ് ഈ നാളിനെ വിശേഷിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ശങ്കരാചാര്യർക്കും വില്വമംഗലം സ്വാമിക്കും ഭഗവാൻ വിശ്വരൂപ ദർശനം നൽകിയതും ഈ നാളിലാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും 6:30യോടുകൂടി ഭഗവാൻ ഇവിടെ നിന്ന് സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളിയിട്ടുണ്ട്. സ്വർണ്ണക്കോലത്തിൽ ഇവിടെ തൊട്ടടുത്ത ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് ഈ പാർത്ഥസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അല്പസമയത്തിനകം, അതായത് 9 മണിയോടുകൂടി വീണ്ടും തിരികെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. ഈ ഏകാദശി ദിനത്തിലെ ഊട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ദർശനം നടത്തി മടങ്ങുന്ന ഭക്തർ ഈ ഗുരുവായൂർ ഏകാദശി ഊട്ടിൽ പങ്കെടുത്തതിന് ശേഷമാണ് മടങ്ങുക. ഇക്കുറി 40,000 പേർക്ക് ഈ ഊട്ടിൽ പങ്കെടുക്കുന്നതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ പുലർച്ചെ തുറന്ന നടയാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ 9 മണിക്ക് മാത്രമാണ്. ചേട്ടാ തൊഴുതോ? അകത്ത് കയറിയില്ല. തൊഴുതായിരുന്നു? ഇല്ല, പോകുന്നേ ഉള്ളൂ. നല്ല തിരക്കുണ്ട്. ഒയ്യോ, ഭയങ്കര തിരക്കാം. ഇപ്പോൾ മിക്കവാറും ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ വൈകിട്ട് ഒരു തൊഴുതോ? ഇന്നലെ തൊഴുതു. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ഒരു ദർശനം കിട്ടി. നേരം ക്യൂ നിന്നു. ഏതാണ്ട് 2 മണിക്കൂറോളം ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ആയതുകൊണ്ട് തിരക്കാണ്. വടകര, കോഴിക്കോട് വടകരയാണ്. ഇപ്പോൾ ഭയങ്കര തിരക്കായിട്ട് പറഞ്ഞ് അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു. എങ്കിലും ഭഗവാന്റെ ഈ തിരുമുറ്റത്ത് എവിടെ നിന്നാലും ദർശനമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് തന്നെയാണ്, അതായത് പലരും ഈ മണിക്കൂറുകൾ ക്യൂ നിന്ന് തൊഴുത് പോയ ആളുകളാണ്. നമുക്ക് കുറച്ച് തൊഴുതായിരുന്നോ? കയറിയോ? തൊഴുതു അല്ലേ? എന്തായാലും വലിയ തിരക്ക് തന്നെയാണ് എസ് കെ അനുഭവപ്പെടുന്നത്. നിരവധി പേരാണ് ഇപ്പോഴും ക്യൂവിലെല്ലാം നിൽക്കുന്നത്. ഏകാദശി ദിനത്തിലെ ചടങ്ങുകൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. എസ് കെ സൂരജ് സജിയാണ് ഗുരുവായൂരിൽ നിന്ന് ചേർന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് ഏകാദശി പ്രമാണിച്ച് വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്.